നിങ്ങളൊന്നും പ്ലീസ് ഒന്നും ചെയ്യരുത്. നിങ്ങളെ വിശ്വസിച്ച് ഈയിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൗതുകകരമായ കാര്യം തന്നെയാണ് നമ്മുടെ ശിവാഞ്ജലിയുടെ കാര്യം. ഇവിടെ കേരളത്തിൽ പിറന്നിട്ട് തന്നെ നേരാവണ്ണം മലയാളം പറയാനറിയാത്തവർ ധാരാളമുള്ളപ്പോഴാണ് യു.പിയിൽ നിന്നും ഭംഗിയായി മലയാളം സംസാരിച്ച ഒരു ബീഹാരി സ്വദേശി നമ്മുടെ മുമ്പിലെത്തുന്നത്. ഏകദേശം 2 മാസത്തോളമായി ചാനൽ തുടങ്ങിയിട്ട്. അപ്പോഴേക്കും ഇവർക്ക് 50,000-ഓളം സബ്സ്ക്രൈബേഴ്സായി. മലയാളികൾ തന്നെയാണ് ഇവരുടെ വീഡിയോ കാണുന്നത്. ബീഹാരി സ്വദേശിയും യു.പിയിൽ ഭർത്താവിൻ്റെ വീടായതുകൊണ്ട് അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. പക്ഷേ ഇവരുടെ കാര്യത്തിൽ കൗതുകമുണ്ടാക്കുന്നതെന്തെന്നാൽ ഇവർക്ക് എങ്ങനെയാണ് ഇത്ര ഭംഗിയായി മലയാളം സംസാരിക്കുവാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്തെന്നാൽ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് ചെറുപ്പം മുതലേ ശിവാഞ്ജലി പഠിച്ചതും വളർന്നതുമെല്ലാം. അതുകൊണ്ട് തന്നെ ഒരു മലയാളിയായി വളർന്ന ശിവാഞ്ജലി പിന്നീട് മലയാളം ഭംഗിയായി സംസാരിക്കുവാനും പഠിച്ചു. അങ്ങനെ നാട്ടിലെത്തി വിവാഹം കഴിഞ്ഞ ശേഷം യു.പിയിൽ നിന്നും ഇപ്പോൾ ഈയിടക്കാണ് ശിവാഞ്ജലിയുടെ വീഡിയോ ശ്രദ്ധേയമായി തുടങ്ങിയതും ശിവാഞ്ജലിക്ക് തൻ്റെ ധാരാളം പ്രശ്നങ്ങളുള്ള ജീവിതത്തിൽ കുറച്ചൊക്കെ മെച്ചപ്പെടുത്തലുണ്ടാകുമെന്നുള്ള തോന്നൽ വരാൻ മാത്രം അത് കാരണമായതും. ഭർത്താവിൻ്റെ വീട്ടിൽ വളരെ പ്രയാസം അനുഭവിച്ചാണ് ഇവർ വീഡിയോ ചെയ്യുന്നത്. വീട്ടുജോലിയും മറ്റു തിരക്കുകളുമെല്ലാം ഇവർക്ക് വീഡിയോ ചെയ്യുന്നതിന് പല തടസ്സങ്ങളുണ്ടാക്കി. അത് പല പ്രശ്നങ്ങളിലുമെത്തി. അങ്ങനെ ഇരിക്കുകയാണ് ശിവാഞ്ജലി കരഞ്ഞ് നിലവിളിച്ചു വന്ന് പറയുന്നത്, നിങ്ങളൊന്നും ചെയ്യരുത്, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും വേണം. ചിലപ്പോൾ 4 ദിവസമെല്ലാം എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിയില്ല, അപ്പോഴൊന്നും നിങ്ങളെന്നെ മറക്കരുത് എന്നാണ് ശിവാഞ്ജലി പറഞ്ഞ് കരയുന്നത്. ശിവാഞ്ജലിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമല്ല, തിരക്കിനിടയിൽ വീഡിയോ ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ശിവാഞ്ജലിയെ ആരും മറക്കരുത്, പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാകും എന്നൊരു വിശ്വാസം എനിക്കുണ്ടെന്നുള്ള കാര്യത്തിലാണ് ഏക സമാധാനമെന്നും ശിവാഞ്ജലി കണ്ണീരോട് കൂടി തന്നെയാണ് പറഞ്ഞത്. ഭർത്താവായ ശിവയുടെ സപ്പോർട്ട് മാത്രമാണ് ഈ കാര്യത്തിൽ ശിവാഞ്ജലിക്ക് വീട്ടിലുള്ളത്. മെയിൻ പോയിന്റ് പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടുത്തെ മരുമകളാണ്. എനിക്ക് തീരെ വാല്യൂ ഇല്ല ഇവിടെ. ഞാൻ നല്ലത് പറഞ്ഞാലും ഞാൻ ചീത്തയാണ്, ഞാൻ നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ വലിയ ഏതോ കുറ്റം ചെയ്ത പോലെ അങ്ങനത്തെ ബിഹേവാണ് എന്റെ കൂടെ ഉണ്ടാവില്ല. അപ്പോ എനിക്ക് ഒരു കാര്യം മാത്രം പറയാനുള്ളൂ, നിങ്ങളോട് പ്ലീസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് പോകരുത്. കാരണം എൻ്റെ ആകെ ഒരു ഓപ്ഷനാണ് നിങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് ഫ്യൂച്ചറിൽ. കാരണം ഞാൻ ഇവിടെ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇന്ന് എനിക്ക് തോന്നി ഞാൻ 2 ദിവസമായിട്ട് വീഡിയോ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ പേടിച്ചു നല്ല. ഇങ്ങനെ ആവുമ്പോ എന്റെ സപ്പോർട്ടേഴ്സ് പോവല്ലോ, പിന്നെ ഞാൻ ഫ്യൂച്ചറിൽ എന്താ ചെയ്യും? പ്ലീസ് പ്ലീസ് ഒന്നും ചെയ്യരുത്. നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ഞാൻ റീസൺ ഒന്നും പറയുന്നില്ല, കാരണം ഒരുപാട് റീസൺ ഉണ്ട്, ഞാൻ എത്ര പറയാനാ. അപ്പൊ എനിക്കൊരു കാര്യം മാത്രം പറയാനുള്ളൂ, പ്ലീസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അഥവാ ഞാൻ 4 ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യും. എനിക്കത് മാത്രം പറയാനുള്ളൂ.